എന്താ മാഷേ, ഇത് ഞാനാ, ഉണ്ണി. ഉണ്ണിയായിരുന്നു. മാഷ് എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ച് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന്. മാഷിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള്. എന്താ ഉണ്ണികൃഷ്ണ വിശേഷം? ഞങ്ങളുടെ ഉറുദുവിൽ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ അർത്ഥം മാഷൊന്ന് വായിച്ച് പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇതാ പെണ്ണെ എത്തിയിടുന്ന. പക്ഷേ ഇത് ഞങ്ങളുടെ മിമിക്രിയിലെ ഒരു പുതിയ ഇനമാണ്. അതായത് ഉറുദു അറിഞ്ഞാത്ത ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുത്ത് എഴുതാൻ വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഉറുദുവിൽ എഴുതുന്നു, ഹിന്ദിയിൽ എഴുതുന്നു, തമിഴിൽ എഴുതുന്നു, കന്നഡത്തിൽ എഴുതുന്നു, അങ്ങനെ എങ്ങനെ മാഷിന്റെ അർത്ഥം പറഞ്ഞില്ല. അതാണോ കാര്യം? പറഞ്ഞു തരാം. പ്രിയപ്പെട്ട കാസർഗോഡ് കാദർബായി, ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ 25 ലക്ഷത്തിന്റെ ചരക്കയക്കുന്നു. കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ഐക്കേറ്റി. ഈ ഐക്കേറ്റി എന്താ? ഇന്റർനാഷണൽ കള്ളത്തട്ടിപ്പ്. അല്ല മാഷെ, നമ്മുടെ മിമിക്രിയുടെ കോഡാ. പിന്നെ മാഷെ, ഇത് പുറത്താരോടും പറയരുത്, നമുക്ക് ഡേഞ്ചറാ. വേറെ ഒന്നുമല്ല, വേറെ മിമിക്രി ട്രൂപ്പുകാരുണ്ട്, അവരിത് കോപ്പി അടിക്കും. അവരുടെ മാഷെ താങ്ക്സ്. ഉണ്ണികൃഷ്ണ, ഒരു 100 രൂപ കടം തരാൻ കാണുവോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ കാസർഗോഡ് കാദർബായി ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാ. ഇത്രയും വിലയുള്ള ഡയമണ്ട്സ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല. കാദർബായിയുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമുക്കിത് കാദർബായിയുടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം. ചിലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് കാദർബായി 25,000 രൂപയിൽ നമുക്ക് തരാതിരിക്കൂല. ഇവിടെ മരണപ്രാളം, അവന് കാശുണ്ടാക്കുന്ന കാര്യം ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ, നമ്മൾ ഇതും ചുമന്നുകൊണ്ട് അങ്ങോട്ട് നിന്ന അവസാനം വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും അയക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ. നമുക്ക് നാളെ തന്നെ കാസർഗോട്ടേക്ക് പോവാം. എന്താടാ വണ്ടി നിർത്തിയത്? എത്ര നേരമായത്? ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിക്കും. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ചവിട്ട് വിട്. എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇറങ്ങ. എല്ലാവർക്കും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഒന്ന് ഇരിക്കാന്ന് വെച്ച. വാട്ട് ഈസ് ദിസ്? ഡീസന്റ് ആയി ബിഹേവ് യു ബ്രദേഴ്സ്. എടാ സാബു, ഇതിന്ന് 5 എടുത്ത് മാറ്റിയ കാദർബായി അറിയൂടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. കയ്യും കണക്കൂല്ലാതല്ലേ കള്ളക്കടത്ത് സാധനം കൊടുത്തേക്കുന്നത്. കാദർബായി എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. തരുവാടാ? തരും. പോലീസ് ഡിപ്പാർട്ട് നിർത്തിയല്ലോ. ഞാൻ മാത്രം പേടിച്ചില്ല. രക്ഷപ്പെട്ടു മോനെ, കേറിക്കോടാ. ഈ കാദറിന്റെ വീട് എവിടെയാ?
ഓന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോരുത്. അയ്യോ അവൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൊന്നാളെ ഞാൻ എല്ലാത്തിനെയും. ആ ഇബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്. 3 മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ട തേപിടിച്ചുകളോടെ പോയവനവൻ. എന്താ പ്രശ്നം? പിന്നെ ഒന്നുമില്ല, ഈ കാദർബായിയുടെ വീട് എവിടെയും ചോദിച്ചപ്പോ ഇവര് ചൂടാവുന്നു. വട്ടാണോ? അല്ല, കാദർബായിക്ക് ഏത് കാദർബായി? കാസർഗോഡ് കാദർബായി എന്നാ ഫുൾ നെയിം. കാസർഗോഡ് കാദർബായി. ഇത്താത്ത, നിങ്ങളുടെ കെട്ടിയവൻ ഖാദറിനെയല്ല, കാസർഗോഡ് കാദർബായിനെ അന്വേഷിക്കുന്നത്. എന്റെ പടച്ചോനെ, ഞമ്മടെ കെട്ടിയോനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ. ക്ഷമിക്കണം കേട്ടാ. അതൊന്നും സാരമില്ല. എടാ അങ്ങോട്ട് പോകണ്ടടാ, വീട് കണ്ടിട്ട് പേടിയാവണ്. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇറങ്ങ്, ഇറങ്ങ്. ज्येष्ठा, ये कासरगोड कादरबाई कौन है? हम लोग कासरगोड कादरबाई को मिलने के लिए एक दूजे के लिए हम किसी से कम नहीं. പരന്തു എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? അമ്മാവൻ കൂർക്കയല്ലേ അല്ലേ? ആരാ അത്? दे पट्टी ആരാ അത്? ഞങ്ങൾ ഈ ബൊമ്മ ബൊക്കെ അവിടെ കൊടുക്കാനുള്ളതല്ല. ഞങ്ങള് ഈ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആൾക്കാരാ. ഇത് സിദ്ധൂട്ടി, ബൈജൂട്ടി, അൻസൂട്ടി, അശോട്ടി, സൈനോട്ടി, ഞാൻ ജഗ്ഗൂട്ടി, ഞങ്ങളുടെ ലീഡർ ബാപ്പൂട്ടി, സ്ഥലം കൊണ്ടോട്ടി. ഇപ്പൊ എന്ത് വേണം? ഞങ്ങൾ ഈ പള്ളി പൊളിച്ച് അമ്പലം പണിയണോ, അമ്പലം പൊളിച്ച് പള്ളി പണിയണോ, ഏത് പൊളിക്കണം ഏത് പണിയണം എന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. വരൂ. ആള് വളരെ ഇന്റലിജന്റ്. നമ്മൾ പറഞ്ഞെല്ലാം മനസ്സിലായി. നിങ്ങളോട് നിൽക്ക്, ഞാനിപ്പോ വരാം. തോന്നണത് ആ കരച്ചിൽ കിട്ടില്ലടാ. ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മുടെ ഗതി. ഇവരെങ്ങോട്ട് പോയി? ഞാൻ അപ്പോഴേ പറഞ്ഞ കാസർഗോഡും പോട്ടെ, ഒരു മണ്ണാങ്കട്ടലും പോകണ്ടെന്ന്. നിനക്കായിരുന്നല്ലോ കൂടുതൽ ഇണക്കം. പിന്നെ ഇതും തലയിൽ വെച്ചോട്ട് നീര് ചാവണമെന്നാണോ നീ പറയുന്നത്? എന്ത് ചെയ്താലും കൊള്ളാം, ഇത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം. സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായി സ്ഥിതിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ ഡയമണ്ട്സ് എല്ലാം പോലീസിലോ കസ്റ്റംസിലോ ഏൽപ്പിക്കാമെന്നാണ്. എന്നിട്ട് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചു കൊടുത്താൽ 20% കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് നമുക്കില്ലേ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളൊക്കെ. അത് ശരിയാ. 20% വെച്ച് നോക്കുമ്പോ എങ്ങനെയായാലും 2 ലക്ഷത്തോളം രൂപ കിട്ടും. എടാളിയ, കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഈ പണം മുഴുവൻ നമുക്ക് കിട്ടിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയേ.